മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല ചൂട് ചായക്കൊപ്പം ഇതുപോലെ നല്ലൊരു മിക്സ്ചറും കൂടെ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മിക്സ്ചർ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റിൽ വീട്ടിൽ എങ്ങനെയാണ് മിക്സ്ചർ റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ഒരു 2 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്നങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഞാൻ ഇവിടെ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് വെള്ളമൊക്കെയാണ് കേട്ടോ എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ പൊടിക്കനുസരിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. വെള്ളം ആദ്യം തന്നെ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാസ്റ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതും കൂടെ ആക്കിയിട്ട് ഒന്ന് നന്നായിട്ടങ്ങ് ഇതുപോലെ കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ മാവ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് സേവനാഴിയിൽ ഇട്ട് കൊടുക്കുക. സേവനാഴിയിൽ ഞാൻ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു വണ്ണത്തിലുള്ള അച്ചാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം തന്നെ കറിവേപ്പിലയും പിന്നെ ഒരു 5-6 വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് തന്നെ ഒന്നങ്ങ് ചതച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ എണ്ണയിലാണ് കേട്ടോ നമ്മൾ മിക്സ്ചർ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു മിക്സ്ചറിനും ഈ ഒരു വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും ആ ഒരു ഫ്ലേവറും കൂടെ കിട്ടും. അപ്പോൾ ഇതുപോലെ അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇടിയപ്പൊക്കെ റെഡിയാക്കി എടുക്കുന്നത് പോലെ തന്നെ സേവ് തിരിച്ചു കൊടുത്തിട്ട് എണ്ണയിലേക്ക് ആ ഒരു രീതിയിൽ തന്നെ ഒന്നങ്ങ് ഇതുപോലെ തിരിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഒരുപാട് അട്ടിയായിട്ട് ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കേണ്ട. അതങ്ങനെ അട്ടിയായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കും. നൂല് ആ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ഇടിയപ്പൊക്കെ ഒറ്റ ചുറ്റി എടുക്കില്ലേ, അതുപോലെ ഒന്ന് എണ്ണയിലേക്ക് അങ്ങ് ചുറ്റിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഒന്ന് റെഡിയായിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളിത് അത് തിരിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കാരണം പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു സൈഡ് റെഡിയായിട്ട് ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡും കൂടെ അങ്ങ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം റെഡിയാക്കി എടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവുന്ന ഒരു സംഭവമാണ്. നല്ല തിന്നായിട്ടുള്ളതായതുകൊണ്ട് പെട്ടെന്ന് ഇത് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് ഉണ്ടാവും കേട്ടോ. ആ ഒരു പദം നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇത് റെഡിയായി കിട്ടും. തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് ഇതുപോലെ നമുക്ക് കോരി മാറ്റി വെക്കാം. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി മുഴുവൻ മാവ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടില്ല. കുറച്ച് നമുക്ക് പൂന്തി റെഡിയാക്കി എടുക്കാനും കൂടി വേണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു കുഴച്ചെടുത്തിട്ടുള്ള മാവിൽ നിന്ന് തന്നെ ഇതുപോലെ കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസായിട്ടൊന്ന് കലക്കണം. ഒരുപാട് ലൂസായിട്ടുമല്ല എന്നാൽ ഒരുപാട് കട്ടിയായിട്ടുമല്ല, ആ ഒരു രീതിക്ക് വേണം കേട്ടോ ഇത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു ലൂസിൽ ഞാനിവിടെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ഒരു ഹോളുള്ള കോരി ഉണ്ടല്ലോ അതിലേക്ക് മാവ് കോരി ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തിട്ട് ബൂന്തി റെഡിയാക്കി എടുക്കാം. പിന്നെ ഈ ഒരു ബൂന്തി നമ്മൾ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഫ്രൈ ചെയ്ത് കോരി എടുക്കരുത്. കാരണം നല്ല ഹാർഡായിട്ട് കിട്ടണം. നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ബൂന്തി അല്ല വേണ്ടത്. ഹാർഡായിട്ട് കിട്ടാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. എന്നിട്ട് കോരിയെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി ആ ഒരു ബാക്കിയുള്ള മാവ് കൊണ്ട് ബൂന്തികളൊക്കെ റെഡിയാക്കി എടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ബൂന്തി മുഴുവനായിട്ട് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ 1/2 കപ്പ് കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുത്തിട്ട് മാറ്റി വെക്കാം. കടലയും നന്നായിട്ട് ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് വറുത്തെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം അങ്ങ് വറുത്ത് കോരി മാറ്റി വെക്കാം. അപ്പോൾ അങ്ങനെ മിക്സ്ചറിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സേവ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒന്ന് പൊടിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിതാ ഒരു റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ബൂന്തിട്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള കടലയും അതുപോലെ വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ പൊരിച്ചിട്ടുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് പൊട്ടുകടല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊരിച്ചത്. അപ്പോൾ അത് ഓപ്ഷനിലാണ്. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ആക്കാതെ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി.
അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു സേവൊക്കെ അങ്ങ് പൊടിഞ്ഞ് നമുക്ക് ആ ഒരു മിക്സ്ചറിൻ്റെ കറക്റ്റ് പാകത്തിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മിക്സ്ചർ റെഡിയായി. ഇതുപോലെ മഴയൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടാക്കി വെക്കാം കേട്ടോ. നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം, കേടൊന്നും വരില്ല. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്